കുട്ടികളിലെ സ്വഭാവ പ്രശ്നങ്ങൾ പൊതുവെ 3 പ്രധാന വിഭാഗങ്ങളായി തരംതിരിക്കാം. 1. പെരുമാറ്റ സംബന്ധമായ പ്രശ്നങ്ങൾ, ബിഹേവിയറൽ ഇഷ്യൂസ്. അക്രമ സ്വഭാവം കാണിക്കുക, നമ്മൾ ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കുക, സോഷ്യൽ വിത്രോവൽ, ഒറ്റയ്ക്കിരിക്കാനുള്ള താല്പര്യം കാണിക്കുക കുട്ടികൾ, ഇമ്പൾസിവിറ്റി, അറ്റൻഷൻ ഡെഫിസിറ്റ്, ശ്രദ്ധ കുറവ്. രണ്ടാമത്തത് ഇമോഷണൽ ഇഷ്യൂസ്, മാനസിക വൈകല്യങ്ങൾ, അതിയായ എക്സസീവ് ഫിയർ ഓർ ആങ്സൈറ്റി, അതിയായ ഭയപ്പെടൽ, അമിതമായ പേടി, അതുപോലെ ഡിപ്രഷൻ, നിരന്തരമായി എപ്പോഴും ഒരു വിഷാദ ഭാവത്തിലായിരിക്കും ആ കുട്ടികൾ ഉണ്ടാവുക. അത് സെൽഫ് എസ്റ്റീം, ആത്മവിശ്വാസക്കുറവ്, എന്ത് ചെയ്യാനും ഒരു ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് കുറവ്, കൂട്ടുകാർക്കിടയിലും വീട്ടിലാണെങ്കിലും പരസ്പരം അസൂയയും, ഓവർ തിങ്കിങ്, അനാവശ്യമായ ചിന്തകളാണ്. എന്നെ കൂട്ടാക്കുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല, മറ്റുള്ള ആളുകളെയാണ് പരിഗണിക്കുന്നതെന്ന് തുടങ്ങിയ രൂപത്തിലുള്ള അസൂയയും അനാവശ്യമായ ചിന്തകളുള്ള കുട്ടികൾ. നെഗറ്റീവ് ഇൻഫ്ലുവൻസ്, മോശമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കൂടുതൽ ആസക്തിയും കൂടുതൽ താല്പര്യങ്ങളും കാണിക്കുക. മൂന്നാമത്തതാണ് സോഷ്യൽ ഇഷ്യൂസ്, സാമൂഹികമായ പ്രശ്നങ്ങൾ, അതായത് കൂട്ടുകാർക്കിടയിൽ അനുകൂലമല്ലാത്ത രൂപത്തിലുള്ള പെരുമാറ്റം, ലാക്ക് ഓഫ് ഷെയറിങ് ആൻഡ് കോപ്പറേഷൻ, എന്തെങ്കിലും പരസ്പരം സഹകരിക്കാനും അതുപോലെ പങ്കിടാനും താല്പര്യം കാണിക്കാത്ത ഒരവസ്ഥ. അതിലെപ്പോഴും എന്ത് വിഷയം ആണെങ്കിലും കളവ് കൂടുതൽ പറയുക, അതുപോലെ ആളുകളെ ചതിക്കുക, എന്ത് വിഷയത്തിൽ ചെന്നാലും ചതിക്കുഴിയിൽ പോയി പെടുക. അതുപോലെ മറ്റൊന്നാണ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കുക. ഏത് കാര്യങ്ങളാണെങ്കിലും ഏത് ജോലിയാണെങ്കിലും അതിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കുന്ന ഒരവസ്ഥ. അതുപോലെ ഡിഫിക്കൽട്ടി ഇൻ സൊസൈറ്റി, കൂട്ടുകാർക്കിടയിൽ കൂട്ടത്തിൽ കൂടാനുള്ളൊരു പ്രയാസം, എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനുള്ള പ്രയാസം. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കുണ്ടെങ്കിൽ ബിഹേവിയറൽ ഡിസോർഡർ, സ്വഭാവ വൈകല്യം കുട്ടികൾക്ക് ഉണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ്. ഇതിന് ഏറ്റവും നല്ല പരിഹാരം CBT, അതായത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. രണ്ടാമത്തത് ആനിമൽ അസിസ്റ്റൻസ് തെറാപ്പി. മൂന്നാമത്തതാണ് നാച്ചുറൽ തെറാപ്പി. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.